ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നു കേട്ടോ. ചീങ്ങേരി അമ്പലത്തിൽ ഇന്നലെ പ്രതിഷ്ഠാ ദിനമായിരുന്നേ. ഏട്ടൻ രാവിലെ മുതലേ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. അമ്പലത്തിൽ ഭക്ഷണം എത്ര കഴിച്ചാലും മതിയാവില്ല അല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. തക്കുട് പൊരിയും വാങ്ങി ആദ്യമേ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു വശത്ത് വലിയൊരു മലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഗണപതി ഹോമമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രസാദമാണ് കേട്ടോ അത്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ കറിക്കുള്ള പരിപാടിയാണ്. ഇത് പറമ്പിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായാണ്. ആ മുരിങ്ങ മരത്തിൽ ആണെങ്കിൽ ഇലയും കുറവാണ്, കായ് അതിൻ്റെ അറ്റത്ത് പോയിട്ടാണ് കേട്ടോ ഉണ്ടായത്. ആകെ 4 കായ്. ഓരോ തിരക്കിനിടയിൽ അത് പറിക്കാൻ അങ്ങ് വിട്ടുപോയി. അവസാനം പറിച്ചത് ഇത്രയും വലിപ്പമായി കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ചോറ് ആയി കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് വെച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് കറി നോക്കണം, ഉപ്പേരി ആക്കണം. അപ്പോൾ ഇന്ന് കർമ്മൂസ ഉപ്പേരിയാണ് കേട്ടോ കറി. ഇനി ഇത് വാങ്ങിയിട്ട് വേണം അതിലേക്ക് കറിയാക്കാൻ. കുക്കറിൽ അധികം ആക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോറും കറി ആക്കുന്നതിനിടയിൽ തക്കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് വാങ്ങിയിട്ട് വേണം കറിയാക്കാൻ. പച്ചക്കറികളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പുളി ഒഴിക്കണം, പിന്നെ അരപ്പും പൊടി ചേർക്കാനുണ്ട്. അപ്പോൾ കുക്കറിൽ പിടിക്കാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ആക്കുന്നത് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് അമ്മ ഉപ്പുമാവൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും മക്കളൊക്കെ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ ചോറാകണം, പിന്നെ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്, ക്ലീനിങ്. ചിലപ്പോൾ ഒരു 11-12 മണിയൊക്കെ അടുക്കളയിൽ ഇരിക്കേണ്ടി വരുവേ. അപ്പോൾ ചിലപ്പോൾ തുണിയെടുത്ത് വെറുതെ തുടച്ചിടുകയുള്ളൂ കേട്ടോ. മിക്കവാറും അന്നായിരിക്കും ആരെങ്കിലും കയറി വരിക. ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, പിന്നെ ചോറും വേകാനുണ്ട് കേട്ടോ. ചോറ് വേകുമ്പോഴേക്കും ഓരോരോ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി ചോറൊരു വലിയ ചെരുവത്തിലേക്ക് മാറ്റി കേട്ടോ. എന്നാൽ പിന്നെ അതും കഴുകി വെക്കാമല്ലോ. പിന്നെ ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ചോറ് തണുത്ത് പോകും. അതുകൊണ്ട് ഒരു വലിയ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ചാൽ പിന്നെ നല്ല ചൂടുകൂടെ കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് അടച്ചു വെച്ചു കേട്ടോ. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇപ്പോൾ ഏകദേശം 11-11:30 ആയി കേട്ടോ. പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ അകത്ത് കഴുകാൻ പറ്റുന്നതൊക്കെ ഏകദേശമൊക്കെ ഞാൻ എടുത്ത് വാഷ് ബേസിലിട്ട് കഴുകി കേട്ടോ. അടുക്കളയിൽ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഉത്സവം കഴിഞ്ഞ സ്ഥിതിയിലായിട്ടുണ്ടാവും. ഇനി ഇതൊക്കെ നടുക്കി പൊറുക്കി വൃത്തിയാക്കണമെങ്കിലുള്ള പാടൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ചാറ്റുന്നതുകൊണ്ട് മിക്കവാറും അടുപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇട്ടത് ജാതിക്കായ ഉണ്ട്, പിന്നെ ചിലപ്പോൾ തേങ്ങ പൊട്ടിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അടുക്കള ഒന്ന് അടിച്ച് തുടച്ചിട്ടു കേട്ടോ. ബാക്കിയുള്ള റൂമൊക്കെ ആദ്യം രാവിലെ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. അധികമൊന്നുമില്ല, കരിപ്പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടൻ വിളിച്ചു വന്നത്, പിന്നെ വെണ്ണപ്പഴം, അതായത് ബട്ടർ ഫ്രൂട്ട് പറിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എന്നോട് ചാക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനെങ്കിൽ ഇറങ്ങിയതാണ് കേട്ടോ. തക്കു പിന്നെ കൊക്കോ മരത്തിൻ്റെ അടിയിലാണ്. അതിൽ 2-3 കൊക്കോ ഉണ്ട്, ബാക്കിയെല്ലാം അണ്ണാൻ തിന്ന് പോയി കേട്ടോ. ആദ്യം ഇതിലെ കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, കുറച്ച് ചെറുതാണ്. ഒരുപാട് കായ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അധികം ഏട്ടൻ തോട്ടി വെച്ചിട്ടാണ് പറിക്കുക. ഈ പ്രാവശ്യം എന്തോ പറിച്ചിട്ട് തോട്ടി പൊട്ടിപ്പോയിട്ടോ. നല്ല മൂത്തത് മാത്രമേ കേട്ടോ പറിച്ചിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു പകുതിയില്ല, ഒരു 1/4 പറിച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഏട്ടനോട് വരെ 3/4 ചാക്ക് എടുത്തിട്ടുണ്ട്. പോയ വകയിൽ എനിക്കും കിട്ടി 5-10 എണ്ണം കേട്ടോ.
തക്കുടുവാണ് വീഡിയോ എടുക്കുന്നത്. വീട്ടിൽ വന്നിട്ട് എല്ലാം പിന്നെ നല്ലത് നോക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. പൊട്ടിയതും പിന്നെ ചതഞ്ഞതൊന്നും പിന്നെ കടയിലെടുക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ വേഗം നാശമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയൊക്കെ പറിക്കുമ്പോൾ അങ്ങനെ പൊട്ടിയതൊക്കെ മാറ്റി വെച്ച് നല്ലതൊക്കെ എടുത്ത് കടയിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. ഇത് കാരാപ്പുഴയ്ക്ക് വന്ന വണ്ടിയാണ് കേട്ടോ. മിക്ക ദിവസവും ഇങ്ങനെ ഓരോരോ വണ്ടികളുണ്ടാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് നേന്ത്രപ്പഴം പഴുത്തതുണ്ടായിരുന്നു. അതെടുത്തിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം കട്ടി കുറയ്ക്കാനും പാടില്ല, പിന്നെ അധികം കട്ടി കൂട്ടാനും പാടില്ല കേട്ടോ. നമ്മൾ ഏകദേശം പഴംപൊരിക്ക് എടുക്കില്ലേ, അതുപോലത്തെ പഴം തന്നെ വേണം. അധികം പഴുത്താലും പിന്നെ പഴുപ്പ് കുറഞ്ഞാലും ഇന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നേന്ത്രപ്പഴം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അതിന് വേണ്ടി ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അല്ലേ, അത് ഇതുപോലെ പൊടിയിലൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് എടുത്ത് ആവശ്യത്തിന് മാത്രം എടുത്ത് കുഴച്ചാൽ മതി. അപ്പോൾ എണ്ണയിലിടുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അരിപ്പൊടിയല്ലേ, അത് അടിയിൽ അതായിട്ട് ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പൊടിയൊന്ന് തട്ടി കൊടുത്തിട്ട് ഇടാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ തട്ടി എടുക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിത് പഴം ഇതുപോലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊരു ഇളം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ അപ്പം എന്താ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോ ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് രാത്രിയായി പോയത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.